പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. ISROയുടെ 11ാമത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ 11ാമത്തെ ചെയർമാൻ വി നാരായണനാണ്. 2024-25 സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? 2024-25 സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. കേരളം റണ്ണറപ്പ് ആയിരുന്നു. പന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതി ഇടം പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. 2024 ഡിസംബറിൽ അന്തരിച്ച അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? 2024 ഡിസംബറിൽ അന്തരിച്ച അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ജിമ്മി കാർട്ടർ ആണ്. 2025 നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയുടെ വേദി ഭുവനേശ്വർ ആണ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയാണ് ഭുവനേശ്വറിൽ നടന്നത്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സസ്യശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം KS മണിലാൽ ആണ്. ഇദ്ദേഹം ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഉത്തരം D ഗുഗേഷ് ആണ്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം D ഗുഗേഷ് ആണ്. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. 2025 ഏപ്രിലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 2025 ഏപ്രിലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് 6%. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൗഹൃദമാക്കി പൊതു ഇടങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വി പാർക്ക് എന്ന പദ്ധതി ആരംഭിച്ചത്. ഇതാദ്യമായിട്ട് വന്ന ജില്ല കൊല്ലമാണ്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അജയ് സേത് ആണ്. ഇന്ത്യയുടെ 21ാമത്തെ ധനകാര്യ സെക്രട്ടറിയാണ് അജയ് സേത്. കേരളത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ്? 369 രൂപയാണ് 2025-26 സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ്. റണ്ണറപ്പ് കേരളമായിരുന്നു. വിദർഭയുടെ 3ാമത്തെ രഞ്ജി ട്രോഫി കിരീട നേട്ടമായിരുന്നു. കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.